കണ്ണൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ഇന്ന് 11 പേർക്ക് കടിയേറ്റു. ഞാൻ ഡോക്ടർ പ്രദോഷ് കുമാർ, വെറ്ററിനറി ഡോക്ടറാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പൊതുവെ ജന്തുജന്യ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ജന്തുജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് റാബീസ് അഥവാ പേവിഷബാധ എന്നുള്ളത്. നമ്മളൊക്കെ ഇന്ന് കാണുന്നതാണ്. സ്കൂൾ കുട്ടികളെ കടിച്ചു, ഒരുപാട് പേര് മരണമടഞ്ഞു. പിന്നെ വളരെ ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൻ്റെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ റാബീസിനെ കുറിച്ച്, എന്താണ് റാബീസ്, എങ്ങനെ ഇതുണ്ടാകുന്നു, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ വളരെ രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായും ഈ രോഗം ഇന്ന് നമ്മൾ കാണുന്നത് കുട്ടികളിലാണ്. ഈ നായയുടെ കടി കൊണ്ടുള്ള പേവിഷബാധ കൂടുതലായിട്ട് കാണുന്നത്. കാരണം കുട്ടികളിലുള്ള കടി വളരെ മാരകമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടികൾക്ക് ഉയരക്കുറവുണ്ട്. അപ്പോൾ നായയും കുട്ടിയും ഏകദേശം ഒരേ ഉയരത്തിൽ വരുന്ന സമയത്ത് കുട്ടികൾക്കുള്ള കടി മിക്കവാറും മുഖത്തോ കഴുത്തിന് മുകളിലുള്ള ഭാഗത്തേക്ക് കടി വരുന്നു. അപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രത്യേകത തന്നെ തലച്ചോറിനേക്ക് എത്രമാത്രം അടുത്താണോ കടി കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ രോഗം കൂടുതൽ തീവ്രമായി തീരാനും വളരെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അവബോധം ഉണ്ടാവണം. വാക്സിനേഷൻ ആൾക്കാർക്കറിയാം, സീറം ട്രീറ്റ്മെൻറ്റ് ആൾക്കാർക്കറിയാം. ഇതിലൊക്കെ പ്രധാനപ്പെട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള നിലയിൽ നമ്മൾ ഒരു നായ ഒരു കുട്ടിയെ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമുക്കൊരു നായ നമ്മളൊന്ന് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിലേക്ക് പോകുകയല്ല നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. പകരം അവിടുന്ന് എവിടെയെങ്കിലുള്ള ടാപ്പ് വാട്ടറിൽ കുറച്ച് സോപ്പ്, പ്രത്യേകിച്ചും അലക്കുന്ന സോപ്പ്, ക്ഷാരഗുണം കൂടുതലുള്ള, കാർബോളിക് ആസിഡ് കൂടുതലുള്ള സോപ്പ് എടുത്തിട്ട് ഒരു 15 മിനിറ്റ് ടാപ്പ് വാട്ടറിൽ നമ്മുടെ ആ മുറിവ് കഴുകുക. അങ്ങനെ കഴുകി കഴിയുമ്പോൾ ഏകദേശം ഒരു 90% വൈറസുകളും അതോടുകൂടി തന്നെ പുറത്തേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ വാക്സിൻ കൊടുക്കുന്നതിലും സീറം കൊടുക്കുന്നതിലും എന്തുകൊണ്ടും പ്രധാനം ഈ കഴിയുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ഉള്ള ബെറ്റാഡിനോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻ എന്തെങ്കിലും ഒരു സംഗതി എടുത്തിട്ട് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒരെണ്ണം വെക്കുക. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ആശുപത്രിയിലേക്ക് പോവുകയും ഇതിൻ്റെ കുത്തിവെപ്പും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വളർത്തുമൃഗങ്ങളെ വാക്സിനേറ്റ് ചെയ്തത്. കാരണം ഇന്ന് ഇന്ത്യയിലും പൊതുവെ പകരുന്നതിൽ 95% നായകളിൽ നിന്നും പൂച്ചകളിൽ നിന്നുള്ള കടിയേറ്റിട്ടാണ്, കടിയോ നക്കലോ കൊണ്ടാണ് നമുക്ക് ഈ രോഗം പകരുന്നത്. അപ്പോൾ ഈ ജീവികളെ, നായ, പൂച്ച മുതലായ ജീവികളെ ഈ രോഗത്തിൽ നിന്ന് നമ്മൾ രക്ഷിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ നായയും പൂച്ചയും കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഡോസിൽ ശരിയായ ശാസ്ത്രീയമായ രീതിയിൽ അതിനുവേണ്ട കുത്തിവെപ്പ് നൽകുക എന്നുള്ളതാണ്. നായകൾക്ക് പൊതുവെ നൽകുന്ന കുത്തിവെപ്പ് നമ്മൾ 3 മാസത്തിന് മുമ്പ് ആദ്യത്തെ കുത്തിവെപ്പും 1 മാസം കഴിഞ്ഞൊരു ബൂസ്റ്റർ ഡോസ് എന്നാണ് പറഞ്ഞത്. അതിന് ശരീരത്തിലുള്ള ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബൂസ്റ്റർ ഡോസ് കൊടുക്കുക. അതാണ് നമ്മൾ നായകളും പൂച്ചകളും സാധാരണയായിട്ട് ചെയ്യുന്ന വാക്സിനേഷൻ. ഈ വാക്സിനേഷൻ തന്നെ നമ്മൾ എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത്, അതായത് നമ്മൾ ചെയ്തത് മുതൽ 1 വർഷത്തേക്കുള്ള കാലയളവ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും കൊടുക്കണം. അതാണ് നമ്മളതിൻ്റെ ഒരു ക്രമം. വാക്സിനേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ വാക്സിനേഷൻ നമ്മളിപ്പോൾ നടത്തുന്ന സർക്കാർ തലത്തിലൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്, ആശുപത്രികൾ നടത്തുന്നുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന് മാത്രം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സേവനം ഈ മേഖലയിൽ വരേണ്ടതായിട്ടുണ്ട്. ഹാച്ചിക്കോ പോലുള്ള സ്ഥാപനങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം സ്ഥാപനങ്ങളും ഇപ്പം ഞങ്ങളുടെ ക്ലിനിക്ക്, കണ്ണൂർ വെറ്റ് ക്ലിനിക്കും കൂടെ സഹകരിച്ചുകൊണ്ട് നമ്മളൊരു വാക്സിനേഷൻ ക്യാമ്പ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്, സൗജന്യമായിട്ട്.